ഈ യാത്രാ കപ്പലുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ വിഴിഞ്ഞം ഈ ചരക്ക് കപ്പൽ അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിന്റെ ഒരു തുറമുഖം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്? അതെ, അതിപ്പോൾ ഒരു ആദ്യഘട്ട ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. സഞ്ചാരികൾ വരുമ്പോൾ അത് മറ്റൊരു മേഖലയാക്കി അതിനെ വേർതിരിക്കേണ്ടി വരും നമുക്ക്. പക്ഷേ തീർച്ചയായിട്ടും അതും നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത് ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല. നമുക്ക് ഒത്തിരി കാലതാമസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു മുഖ്യമായ ഒരു തടസ്സമായിട്ട് നമ്മൾ 2015 മുതൽ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ് അങ്ങനെ കുറേയധികം പ്രതിസന്ധികൾ എല്ലാ വ്യവസായത്തിലും ഉണ്ടായിരുന്നു, എല്ലാ പദ്ധതികളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു നമുക്ക് ഇതിലും കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിൽ നിന്ന് മാത്രമാണല്ലോ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമുക്കത് അത് മാത്രമായിട്ട് കുറേ വർഷങ്ങളുണ്ടാകും? എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? ഓപ്പറേഷണലൈസേഷൻ്റെ വിശദ വിവരങ്ങളിലേക്ക് ഇപ്പം കടക്കാറായിട്ടില്ല. നമ്മൾ നിലവിൽ ട്രാൻസ്ഷിപ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന അനുബന്ധമായിട്ടുള്ള മറ്റ് വികസന പദ്ധതിയും കൂടി ആശ്രയിച്ചായിരിക്കും നമ്മുടെ മറ്റ് ഘടകങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക. നമ്മളിപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റിലാണ് നമ്മൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നല്ല. ഇപ്പോൾ സഞ്ചാരികൾക്കുള്ള കപ്പലുകൾ ഉൾപ്പെടെ നമ്മൾ വിഭാവന ചെയ്യുന്നുണ്ട്. എന്നാലും ആരംഭഘട്ടത്തിൽ നമ്മളതായിരിക്കില്ല ചെയ്യുക. നമ്മളിപ്പോൾ മെയ്യിൽ കമ്മീഷൻ ചെയ്ത് ഒരു ട്രയൽ റൺ നമ്മൾ ചെയ്തു തുടങ്ങും. അപ്പോൾ മെയ് മുതൽ ഡിസംബർ വരെയുള്ള സമയത്തെ ആ ഒരു ട്രയൽ റൺ സമയത്തായിരിക്കും അത് നമ്മൾ വിശദമായി പരിശോധിച്ച് ഏതാണ് നമുക്ക് കൂടുതൽ അനുയോജ്യം ആദ്യഘട്ടത്തിൽ എന്നുള്ളത് നോക്കി പയ്യെ നമ്മൾ മറ്റുള്ള മേഖലകളിലേക്ക് കടക്കും. അതെ 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 അതെ. ഇതിന് എന്തോ ഒരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് വിഴിഞ്ഞത്തിന് അതെ അതെ ISPC എന്ന് പറയുന്ന നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് സീപോർട്ട് ഒരു കോഡാണ്. അപ്പോൾ സെക്യൂരിറ്റി കോഡാണത്. അപ്പോൾ അത് നമുക്ക് ലഭിച്ചാൽ മാത്രമേ പറയുന്ന കപ്പലുകൾക്ക് ഇങ്ങോട്ട് വരുവാനുള്ള ഒരു അനുമതി എന്നുള്ള നിലയിൽ അതൊരു അംഗീകാരമാണ്. അപ്പോൾ ഒരു ആഗോള മാപ്പിൽ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ ഒരു സ്ഥാനം രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ കോഡ് ലഭിക്കുന്നതോടുകൂടിയാണ് നമുക്ക് കേന്ദ്ര സർക്കാർ വഴിയാണ് നമ്മൾ അതിലേക്ക് അപേക്ഷിക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ മാരിടൈം ബോർഡ്. അതെ അതെ. ഈ യാത്രാ കപ്പലുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ വിഴിഞ്ഞം ഈ ചരക്ക് കപ്പൽ അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിന്റെ ഒരു തുറമുഖം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഈ യാത്രാ കപ്പൽ, ഉല്ലാസ കപ്പലുകൾ, അതിൻ്റെ ഒരു വലിയ ശൃംഖല ഉണ്ടല്ലോ, അതിനെക്കുറിച്ച്? അതെ, അതിപ്പോൾ ഒരു ആദ്യഘട്ട ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ആദ്യം ട്രാൻസ്ഷിപ്മെൻറ്റ്, അതിനുശേഷം നമ്മുടെ കമേഴ്ഷ്യൽ ഷിപ്സിൻ്റെ ഓപ്പറേഷൻസ് ആരംഭിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ക്രൂസേഴ്സും ലൈനേഴ്സിൻ്റെയും കാര്യം ആലോചിക്കുന്നത്. ഇത് രണ്ടും കൂടെ സംയോജിപ്പിക്കുമ്പോൾ ഈ പറയുന്ന സെക്യൂരിറ്റി ഇഷ്യൂസ്, സുരക്ഷിതത്വം എന്നുള്ളത് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു പോർട്ടെന്ന് തുറമുഖം എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറേ ഏരിയാസ് റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ആയിരിക്കും എപ്പോഴും. അതെ, നിയന്ത്രിത പ്രദേശങ്ങളായിരിക്കും. അപ്പോൾ സഞ്ചാരികൾ വരുമ്പോൾ അത് മറ്റൊരു മേഖലയാക്കി അതിനെ വേർതിരിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്യുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും അതും നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത് ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല. അതിനുശേഷം നമ്മൾ അതും ആരംഭിക്കും. ഈ ക്രൂയിസ് ഷിപ്പിംഗ് ഏജൻസികളുമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ചർച്ച നടക്കുന്നത്? ഏത് രീതിയിലാണ്? അതെ, ഇപ്പം ഇങ്ങോട്ട് പ്രപ്പോസൽസുമായിട്ട് വരുന്ന കുറച്ച് ഏജൻസീസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ വിസിൽ എന്നുള്ള ഒരു കമ്പനി എന്ന നിലയിലല്ല, സർക്കാരുമായിട്ട് ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട്. അതെ അതെ. അതിന്റെ ട്രയലായിട്ട് നമുക്ക് മെയ് മാസം മുതൽ അങ്ങനെ വല്ലതും തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഇല്ല, നിലവിൽ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ല. എന്നാൽ ഈ കണ്ടെയ്നർ ടെർമിനൽ നമുക്ക് ഓപ്പറേഷനിലാകുന്ന ഈ വർഷം തന്നെ? അതെ, തീർച്ചയായിട്ടും ഈ വർഷം തന്നെ ഓപ്പറേഷനിലാകും, പൂർത്തിയാകും. ഈ ഇപ്പം നമുക്ക് വന്നതല്ല നമ്മുടെ ആവശ്യത്തിനുള്ള, അതായത് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ ചരക്കുമായി വന്ന കപ്പലുകളാണ്. അല്ലാതെ ഒരു കപ്പൽ വരുന്നത് പുറത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഫീഡർഷിപ്പിലേക്ക് അറ്റാനോ അങ്ങനെ ഒരു കപ്പൽ വരുന്നത് എന്നായിരിക്കും? മെയ് മുതൽ എന്തായാലും വരും. മെയ് മുതൽ വരും. അതെ 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 അതെ. അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും തുറമുഖത്ത് പോവുകയോ അങ്ങനെ ഒരു പഠനം നടക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സർക്കാരിൽ നിന്നും ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടീം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി പോകാനിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ കസ്റ്റംസിലായിരുന്നു, ഞാൻ IRS കസ്റ്റംസിലായിരുന്നു ആദ്യം, IAS ലഭിക്കുന്നതിന് മുൻപ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തുറമുഖങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവൃത്തി പരിചയമുണ്ട്.
ഞാൻ ബോംബെയിൽ പോയിട്ടുണ്ട്. ബോംബെ പോർട്ടിൽ പോയിട്ടുണ്ട്. അതെ അതെ, JNPT പോയിട്ടുണ്ട്. അല്ലാതെ വിശാഖപട്ടണത്തും ഷിപ്പിൽ അതെ യാത്ര ചെയ്തു. തുറമുഖത്തിൻ്റെ ഓരോ ഘടകമായിട്ടാണ് നമ്മളതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ തലത്തിൽ എല്ലാ മാസവും നമ്മൾ ഒരു പ്രോഗ്രസ് റിവ്യൂ മീറ്റിംഗ്, ഒരു പുരോഗതി വിലയിരുത്തുവാൻ ഒരു യോഗം കൂടുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിൽ AVPPLുമായിട്ട് ചേർന്ന് ആഴ്ചതോറും നമ്മളൊരു റിവ്യൂവും നടത്തുന്നുണ്ട്. അപ്പം മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളതിൻ്റെ ഭൗതിക പുരോഗതി എന്ന നിലയിൽ വിലയിരുത്തുന്നത്. ഒന്ന് നമ്മുടെ പുലിമുട്ട് നിർമ്മാണമാണ്. അതെ, ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ നമ്മളിപ്പോൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ല, 3 കിലോമീറ്റർ ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. നമ്മൾ 3 കിലോമീറ്റർ ഈ ജനുവരി അവസാനമാകുമ്പോൾ നമ്മുടെ phase 1 ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ പൂർത്തിയാകും. അത് phase 1 നമ്മളിപ്പോൾ 3 കിലോമീറ്റർ തന്നെയാണ്. 3 കിലോമീറ്റർ നമ്മൾ phase 1 ബ്രേക്ക് വാട്ടർ ഈ ജനുവരി 31 ആകുമ്പോൾ നമ്മൾ പൂർത്തീകരിക്കും. രണ്ടാമത്തേത് നമ്മുടെ കണ്ടെയ്നർ ബെർത്തിൻ്റെ നിർമ്മാണമാണ്. അത് നമ്മളിപ്പോൾ phase 1-ൽ 800 മീറ്ററാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് നിലവിൽ 400 മീറ്റർ ആയിക്കഴിഞ്ഞു. ബാക്കിയുള്ളതും കൂടെ നമ്മൾ ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും, ഫെബ്രുവരി പകുതിയോടുകൂടി അതും നമ്മൾ പൂർത്തീകരിക്കും. അതല്ലാതെ നമുക്ക് ബാക്കിയുള്ള അനുബന്ധ മേഖലയിലുള്ള കൺസ്ട്രക്ഷൻ എന്നുള്ളത് കുറച്ചുകൂടെ നമുക്ക് ബാക്കിയുണ്ട്. പക്ഷേ കപ്പലുകൾക്ക് വരാനായിട്ട് ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമുക്കുള്ളത്. ഒന്ന് പുലിമുട്ടും, മറ്റൊന്നും ബ്രേക്ക് വാട്ടറും, മറ്റൊന്നും കണ്ടെയ്നർ ബെർത്തുമാണ്. നിലവിൽ ഇപ്പോൾ 800 മീറ്ററാണ് ഒരു ബെർത്തായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി phase 2 phase 3 വരുമ്പോൾ അത് വർദ്ധിച്ച് നമുക്ക് 4 ബെർത്ത് വരെയാകും. അതെ അതെ. ഈ തുറമുഖത്തിൽ ഇപ്പൊ ഈ phase 1-ല് നമ്മൾ 3 കിലോമീറ്റർ പുലിമുട്ടും ഈ 800 മീറ്റർ ബെർത്തും, ഈ ബെർത്തില് ഇപ്പൊ വന്ന ഷിപ്പ് അവര് എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഒരു ഷിപ്പ് ആങ്കർ ചെയ്ത ചൈനയിൽ നിന്ന് വന്ന ഷിപ്പ്, അവർക്ക് അതിന് നമ്മൾ സ്വീകരണം കൊടുക്കുകയും ഒക്കെ ചെയ്തു. അവരെങ്ങനെയാണ് മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് അവരുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്യും? അവർക്ക് വളരെ സൗകര്യപ്രദമായിരുന്നു എന്നാണ് അറിയിച്ചത്. അതേ ഷിപ്പ് തന്നെ വീണ്ടും വരികയും ചെയ്തു. ആദ്യം വന്നിട്ട് പോയ അതേ കപ്പൽ വീണ്ടും വരികയും ചെയ്തായിരുന്നു നമുക്ക്. അപ്പോൾ അവർ വളരെ സന്തോഷമായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ട് വരാൻ സാധിച്ചതിലുള്ള സന്തോഷം ഉണ്ടായിരുന്നു. ഒപ്പം നമ്മൾ നൽകിയ സൗകര്യങ്ങളെല്ലാം തന്നെ വളരെ തൃപ്തികരമായിരുന്നു എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിർമ്മാണ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി കാലതാമസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു മുഖ്യമായ ഒരു തടസ്സമായിട്ട് നമുക്ക് നിന്നത്? പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു 2015 മുതൽ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ്, അങ്ങനെ കുറേയധികം പ്രതിസന്ധികൾ എല്ലാ വ്യവസായത്തിലും ഉണ്ടായിരുന്നു, എല്ലാ പദ്ധതികളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു നമുക്ക് ഇതിലും കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷക്കാലം കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കതിൻ്റെ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അതേ ത്വരിതഗതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പൊതുവെ അന്ന് കേട്ടത് ഈ വേണ്ട ആവശ്യത്തിനുള്ള കരിങ്കല്ല് പുലിമുട്ടിന് കിട്ടാനില്ല, കേരളത്തിൽ നിന്ന് കിട്ടാനില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ കരിങ്കല്ല് കിട്ടാനുള്ളതാണ്. ഇതേ സാഹചര്യം തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, കരിങ്കല്ല് കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് വേഗത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും? ഇല്ല, ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കരിങ്കല്ല് നമ്മൾ പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 70 ലക്ഷം ടൺ കരിങ്കല്ല് ശരിക്കും ഈ പറയുന്ന 3 കിലോമീറ്റർ പുലിമുട്ട്, അതായത് 2959 മീറ്ററാണ് ശരിക്കും. അപ്പം അതിന് ആവശ്യമായിട്ടുള്ളത് ഏകദേശം 70 ലക്ഷം ടൺ കരിങ്കല്ലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് കരിങ്കല്ലും ഒപ്പം, അതായത് വലിയ ബോൾഡേഴ്സാണ് നമുക്ക് ആവശ്യം. ഇത് 2 രീതിയിലാണല്ലോ ഇത് ഡംപിങ് നടത്തുന്നത്. ഒന്ന് മറൈൻ ഡംപിങ്ങും വേറൊന്ന് സർഫസിലുമാണ്. അപ്പോൾ കടലിൻ്റെ ഉള്ളിലേക്ക് അത് ഇടുമ്പോൾ വലിയ ബോൾഡേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. കൂറ്റൻ ബ്ലോക്കുകളും വേണം, പിന്നെ അക്രോപോട്സും വേണം നമുക്ക്.
അപ്പോൾ അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് സപ്ലൈ കുഴപ്പമില്ല, അതെല്ലാം നമ്മളിപ്പോൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതെല്ലാം കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രണ്ടിടത്തു നിന്നും വരുന്നുണ്ട് ഇപ്പോൾ. അതെ അതെ വലിപ്പമുള്ള കല്ലുകളാണ്. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ കേരളത്തിൽ ഇപ്പോഴും നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് പോലും കല്ല് കിട്ടാത്തൊരവസ്ഥ ഇപ്പൊ സ്ഥിതിയുണ്ട്. ഇതെങ്ങനെ നടന്നു പോകുന്നു? നമുക്കിപ്പോൾ പ്രയാസമില്ലാണ്ട് കല്ലുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ ജില്ലാ കളക്ടർമാരുമായിട്ടും ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഒപ്പം ക്വാറികൾ നടത്തുന്ന വ്യക്തികളുമായിട്ടൊക്കെ ചർച്ചകളും നടത്തി നമുക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ കേരളത്തിൽ നിന്നും ലഭിക്കാനുള്ള വിഹിതം നമുക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് യാതൊരു തടസ്സവുമില്ല നിലവിൽ.